പല രൂപത്തിൽ ചരിത്രത്തെ മാറ്റിയെഴുതാനുള്ള ശ്രമമുണ്ട്. പാഠപുസ്തകങ്ങളിൽ നിന്നും ഗാന്ധിവധത്തെ സംബന്ധിച്ച ഭാഗം എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമ്പോൾ അത് പോയ വഴി അറിയാനാകും. ആ വഴി അടയ്ക്കുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യദിന പോരാളികളായി RSSനെ വാഴ്ത്തുന്നു. RSSനെ 100 വർഷം സാമൂഹ്യ സേവനത്തിൽ ഏറ്റവും വലിയ NGO ആണ് RSS എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞത്. അപ്പോഴാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ പുറത്തുവരുന്നത്. രാഷ്ട്രപിതാവിന് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വലിയ വിവാദമാകേണ്ട ചിത്രമാണ്. ഇപ്പോൾ ഈ പോസ്റ്ററിനോട് പ്രതികരിക്കാൻ NK പ്രേമചന്ദ്രൻ MP ടെലിഫോണിൽ. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ ആശങ്ക ഉയർത്തുന്ന ദൃശ്യങ്ങളും പ്രതികരണങ്ങളും രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരികയാണ്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ അങ്ങും കണ്ടിരിക്കും. രാഷ്ട്രപിതാവിനും മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം RSSനെ പുകഴ്ത്തിക്കൊണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം നാം നേടിയെടുത്ത ധീരോദാത്തമായ സാഹസികമായ സമരങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യദിനത്തെ പോലും വിവാദവൽക്കരിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെതായി വന്നിട്ടുള്ള പോസ്റ്റിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ മുകളിൽ സവർക്കറിന്റെ ചിത്രം പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ പൈതൃകത്തെയും ആ രാഷ്ട്രീയത്തെയും പൂർണ്ണമായും നിരാകരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. അത് മാത്രമാണോ ശ്രീ NK പ്രേമചന്ദ്രൻ? ഗാന്ധി എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന ചോദ്യം കൂടി അതാണ് ഏറ്റവും ഞാൻ അതിലേക്കായിരുന്നു വരുന്നത്. ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആക്ഷേപത്തിന് നേരിട്ട, അതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലടക്കം ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള വ്യക്തികളെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെയും ഒക്കെ ഗാന്ധിജിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാനും അല്ലെങ്കിൽ ഗാന്ധിജിയേക്കാൾ കൂടുതൽ മഹത്വവൽക്കരിക്കാനും വേണ്ടി രാജ്യത്ത് നടക്കുന്ന പരിശ്രമങ്ങൾ വളരെ ബോധപൂർവമായിട്ടാണ്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് കേരളത്തിന്റെ പ്രതിനിധി കൂടിയായ ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹവും തീർച്ചയായിട്ടും ഈ മന്ത്രി എന്ന നിലയിൽ ഈ കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ഇന്ന് ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തെ ഒന്നായി കണ്ട് രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗം നടത്തേണ്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ പ്രബലമായ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന RSSനെ മഹത്വവൽക്കരിക്കുക, ആ സംഘടനയുടെ 100 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് രാജ്യത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ മതേതര ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യം RSS മുന്നോട്ട് വെക്കുന്ന അജണ്ടയിലേക്ക് നടന്നെടുക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് ഈ സംഭവങ്ങളിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പ്രതിഷേധിക്കാനിരിക്കുന്നത് ശ്രീ NK പ്രേമചന്ദ്രൻ? പെട്ടെന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതിലൂടെ ജനാധിപത്യപരമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിന് നിരന്തരമായ പ്രതിരോധം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതേതര ജനാധിപത്യ ഭാരതത്തെ മതവൽക്കരിക്കാൻ വേണ്ടി BJP സംഘപരിവാറിന്റെ പിൻബലത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന സകല നീക്കങ്ങളെയും പരിശ്രമങ്ങളെയും നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സംശയവും വേണ്ട, അതിനുവേണ്ടി അവസാന തുള്ളി രക്തം ചിന്താൻ പോലും മതേതര ജനാധിപത്യ സമൂഹം ഇന്ത്യയിൽ തയ്യാറാകും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാന്ദി കുറിച്ചിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ.